അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കുടുംബത്തിലുള്ളവർ നല്ല ഐക്യത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള 2 ആയത്തിനെ കുറിച്ചാണ്. ചില കുടുംബങ്ങളിലൊക്കെ എപ്പോഴും അമ്മായി ഉമ്മയും മരുമക്കളും തമ്മിൽ വഴക്കാണ്. അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാറുണ്ട്. ചില വീട്ടിലൊക്കെ നാത്തൂന്മാരായിട്ടാണ് പ്രശ്നം. ഇങ്ങനെ ഐക്യമില്ലാതെ പരസ്പരം പോര് കാണിച്ച് നടക്കുന്നവരുണ്ട്. അമ്മായി ഉമ്മ ഒരു നല്ല വാക്ക് പറയാനും സ്വന്തം മകളെപ്പോലെ കാണാനും കൊതിക്കുന്ന എത്രയോ പേർ നമ്മൾക്കിടയിലുണ്ട്. അങ്ങനെയുള്ളവർക്കുള്ള വീഡിയോ ആണ് ഇത്. ചില ആളുകളൊക്കെ പറയുന്നത് കേൾക്കാം, ഉമ്മാക്ക് എന്ത് ചെയ്തു കൊടുത്തിട്ടും കാര്യമില്ല, അവരുടെ കാര്യം സാധിക്കാൻ വേണ്ടിയും വീട്ടുജോലികൾ ചെയ്യാൻ വേണ്ടിയും കൊണ്ടുവന്നതാണ് എന്നൊക്കെ. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ മനസ്സിന് ഒരുപാട് സങ്കടം തോന്നാറുണ്ട്. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു അമല് പറഞ്ഞു തരാം ഇൻഷാ അല്ലാ. ഈ അമല് ചെയ്യുന്നവർ അമ്മായി ഉമ്മയെ സ്വന്തം ഉമ്മയെപ്പോലെ കാണണം, പരിഗണിക്കണം, സ്നേഹിക്കണം. ഞാനും ഒരു നാളിൽ അമ്മായിയുമ്മ ആകും എന്നുള്ള ബോധത്തോടു കൂടി പ്രവർത്തിക്കണം. അവരെ പറ്റിയുള്ള കുറ്റങ്ങൾ മറ്റുള്ളവരോട് പറയാതിരിക്കാനും ശ്രദ്ധിക്കണം. എന്നിട്ട് ഈ അമല് ചെയ്യുക. ഇശാ നിസ്കാര ശേഷം സൂറത്തുൻ നിസായിലെ 45-ാമത്തെ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വല്ലാഹു അഅലമു ബിഅഅദാഇകും വകഫാ ബില്ലാഹി വലിയ്യൻ വകഫാ ബില്ലാഹി നസീറാ. ഈ ആയത്ത് 20 തവണ ഓതുക. അതേപോലെ സൂറത്തുൻ നിസായിലെ തന്നെ 148-ാമത്തെ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ മിനൽ ഖൗലി ഇല്ലാ മൻ ളുലിമ വകാന അല്ലാഹു സമീഅൻ അലീമാ. ഈ ആയത്തും 20 തവണ ഓതുക. എന്നിട്ട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അല്ലാഹു എല്ലാം സ്വീകരിക്കും. അമ്മായി ഉമ്മ നിങ്ങളെ സ്വന്തം മരുമകളെപ്പോലെ കാണാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായി എല്ലാവരും ദുആ ചെയ്യുക. അല്ലാഹു എല്ലാവരുടെ കുടുംബത്തിലും ഐക്യവും സ്നേഹവും ഉണ്ടാകട്ടെ. ആമീൻ. പൊരുത്തത്തോടു കൂടി ജീവിക്കാനുള്ള ഭാഗ്യവും ഉണ്ടാവട്ടെ. ആമീൻ. വീഡിയോ ഉപകാരപ്പെട്ടാൽ നൂറുദ്ദുആ എന്നീ ഇസ്ലാമിക് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും.